ഹായ്, നമ്മളെല്ലാവരും ഗ്രാഫിക് പെൻസിൽ ഉപയോഗിച്ചിട്ടും പെൻസിൽ പോർട്രേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു ചാർക്കോൾ ബേസ്ഡ് ആയിട്ട് ചാർക്കോൾ പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുവരെ ഒരു ഫേസോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ചാർക്കോൾ ഉപയോഗിക്കാൻ ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ സ്കിൻ ടോണൊക്കെ ആണെങ്കിൽ അതിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പഠിച്ച് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ടുള്ളൊരു ഡ്രോയിങ് ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് ചാർക്കോൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്കിന്നിൻ്റെ വാല്യൂസും കാര്യങ്ങളും എങ്ങനെ ഒരു ഡ്രോയിങ്ങിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ചാർക്കോൾ പൗഡറും ബ്രഷും ഇത് 2-3 ബ്രഷ് ഉപയോഗിച്ചിട്ട് സ്കിൻ ടോൺസിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് ചെറുതായിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു ചാർക്കോളിൻ്റെ സ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് പൗഡറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ആ പൗഡർ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ എടുത്തേക്കുന്ന പേപ്പറിൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ചാർക്കോളിൻ്റെ വാല്യൂ കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ കുറഞ്ഞ വാല്യൂ നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഗ്രാഫിക് പെൻസിൽ ഉപയോഗിക്കുന്ന മാതിരി തന്നെ ഗ്രാഫിക് പെൻസിലിൽ അതിൻ്റെ പെൻസിലിൻ്റെ വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ 2p 4p 6p അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് കൊടുക്കുക. അപ്പോൾ അതേമാതിരി തന്നെ നമ്മളിതിൽ ചാർക്കോൾ അപ്ലൈ ചെയ്യാം. ചാർക്കോളിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ വാല്യൂ നമ്മൾ ഈ ഒരു പേപ്പറിൽ തന്നെ, ഈ ചാർക്കോൾ എടുത്ത പേപ്പറിൽ തന്നെ അതിൻ്റെ വാല്യൂ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കുറഞ്ഞ വാല്യൂ ആദ്യം ഉണ്ടാക്കിയിട്ട് സ്കിന്നിൽ ഒരു ഫസ്റ്റ് ലെയർ കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് ലെയർ ആയിട്ട് കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാക്കുക. എന്നിട്ട് പിന്നെ അടുത്തതും ആ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് എടുത്തേക്കുന്ന പേപ്പറിൽ തന്നെ നമ്മൾ വാല്യൂസ് കൂടുതൽ ഉണ്ടാക്കാൻ നോക്കുക. പേപ്പറിൽ തന്നെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഒരു വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. എന്നിട്ട് ഇതിനെ നമ്മൾ പോർട്രേറ്റ് ഡ്രോയിങ് ചെയ്യുമ്പോൾ ആ ഡ്രോയിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് 1-2 ഡ്രോയിങ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒരു 2-3 ഡ്രോയിങ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് ഒന്നും കൂടി പോർട്രേറ്റ് ഒന്നും കൂടി കൂടുതലായിട്ട് അടിപൊളിയായിട്ട് വരും ചെയ്യും.